2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? അത് റഷ്യയിലാണ്. കുറിച്യ ലഹളയുടെ പ്രത്യേകതകൾ കുറിച്ചാണ്. അപ്പോൾ 1812 കുറിച്യ ലഹള ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട നേതാവ് രാമനമ്പി. അടുത്തത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പാക്കിയിട്ടുള്ള ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടന്ന ലഹളയാണ് കുറിച്യ ലഹള. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനിയാണ്. ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി ആണ്. അടുത്തത് 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയുമാണ്. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് അയ്യാവഴിയാണ്. പിന്നെ അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. പിന്നീട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കുറിച്യ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ 1812 കലാപത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് രാമനമ്പിയാണ്. പിന്നെന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് മുദ്രാവാക്യം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ട ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. സാഹിത്യത്തിന് നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ദ വൈറ്റ് ബുക്ക് ഇവരുടെ ആത്മകഥയാണ്. അടുത്തത് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. 1907 സൂറത്ത് പിളർപ്പ്, സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. അടുത്ത 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം.